ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇന്ന് കണ്ടോ പറയുന്നത് ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എൻ്റെ അമ്മയുടെ നാടായ മാവേലിക്കരയിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാ പ്രാവശ്യവും വരുമ്പോഴൊക്കെ ഞങ്ങളിവിടെ കയറാതെ ഞങ്ങൾ പോകത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന് തൊഴുതിട്ട് പോകുമ്പോൾ ഇവിടെ എന്തായിരുന്നാലും കയറി തൊഴുത് പ്രാർത്ഥിച്ച് സന്തോഷപൂർവ്വം പോകുന്നത് ഒരു പതിവാണ്. എന്തോരം ഇതാണെന്നറിയാം. ഇവിടെ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് മഹാദേവൻ കുടികൊള്ളുന്നത്. ഇതാണ് രണ്ടാം കളിക്കണ്ടം എന്ന് പറയുന്ന ഒരിതാണ്. ഇവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് നെറ്റിയിലിടുന്നത് ചെളിയാണ്. ചെളിയിട്ടാണ് നെറ്റിയിൽ പൊട്ട്. പിന്നെ ദേവിക്ക് ഇത് കറുത്ത പൊട്ടും മഹാദേവന് ചെളി കൊണ്ടുള്ള പൊട്ടും അങ്ങനെ. പക്ഷെ ചെളിയുടെ നാറ്റമൊന്നും സ്മെല്ലൊന്നും അതിന് വരത്തില്ല. അത് ഓരോ ഇതൊക്കെയാണ്. ഇതാണ്ട് ഇത് മഹാദേവൻ്റെ തിരുസന്നിധിയാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ഇത് മഹാദേവ തിരുസന്നിധി. ഇവിടുന്ന് അവിടെയായി കാണുന്നതെന്ന് പറയുന്നത് ഭഗവതി സന്നിധി. ഇവിടുന്ന് കുറച്ച് ആ ഭാഗത്തായിട്ട് അങ്ങോട്ട് പോകുന്ന ഇവിടുന്ന് ഇപ്പം ഞാൻ ദേവി സന്നിധി കാണിച്ചത് വലത്തോട്ട് പോകുന്നത് ഉണ്ടിക്കാവ് എന്ന് പറയുന്ന കാവിൻ്റെ സന്നിധിയാണ്. അപ്പം അവിടെയാണ് ഇപ്പം നമ്മൾ വെളിയിൽ വന്നിരിക്കുകയാണ് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട്. ഈ ദൈവത്തിന് ഭയങ്കര ശക്തിസ്വരൂപനായ ദൈവമാണ്. വളരെ പ്രകൃതീശ്വരനായ ഭഗവാനാണ് ഇവിടെ കുടികൊള്ളുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. എല്ലാവരും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രമാണ്. വിളിച്ചാവിളി കേൾക്കുന്ന മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നത്. ദേവീസ്ഥാനമുണ്ട്, കാവ്, പൂജ എല്ലാം നമ്മുടെ കണ്ണും മുന്നിൽ വെച്ച് തന്നെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ നമ്മുടെ പാട്, പ്രയാസങ്ങൾ, മനപ്രയാസങ്ങളെല്ലാം തീരും. ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകും. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.